ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ ഓൾക്കാനോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയാമല്ലോ, ഞാൻ ഇന്ന് രാവിലെ ഒരു സിനിമ കണ്ടിരുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു ആവറേജ് അനുഭവമായിരുന്നു. ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്, സിനിമ എനിക്കൊരു ആവറേജ് അനുഭവമാണ്. എന്നാലും മോഹൻലാലിൻ്റെ അഭിനയമായാലും പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുണ്ട്. നിറയെ അങ്ങനെ റേറ്റിങ്ങിന് പൂർണ്ണമായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല, എങ്കിലും കുറ്റം പറയാനുമുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും പറയാനല്ല വന്നത്. ഒരു റെക്കോർഡ് മോഹൻലാൽ ഇട്ട് കഴിഞ്ഞാൽ അത് മോഹൻലാൽ എന്നെ വന്ന് പൊട്ടിക്കേണ്ട അവസ്ഥ, അത് കേരളത്തിൽ മറ്റൊരു നടനെ കൊണ്ടും സാധിക്കില്ല. ഇപ്പം പൊട്ടാൻ പോകുന്നത് വേറെ ഒരു റെക്കോർഡുമല്ല. കേരളത്തിൽ ഇട്ടുവച്ചിരിക്കുന്ന ലിയോയുടെ FD കളക്ഷൻ പൊട്ടി തരിപ്പണമായി തെറിക്കാൻ പോകുന്നു. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. കേരളത്തിൽ 12 കോടി ലിയോ ഓപ്പൺ ചെയ്തു വെച്ചു. എന്നാൽ അതിനു മുമ്പ് മോഹൻലാൽ 7 കോടി രൂപ ഒഡിയനിലൂടെ സ്വന്തമാക്കി. ഒഡിയനിൽ കൂടെ സ്വന്തമാക്കിയ 7 കോടി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സ്വന്തം റെക്കോർഡും അന്യഭാഷാ നടനായ വിജയ് നേടിയ 12 കോടി എന്ന് പറയുന്ന റെക്കോർഡും മോഹൻലാൽ നിശംശയം, അതായത് നാളെ നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ച സമയത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് FD കളക്ഷനിൽ മോഹൻലാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മോഹൻലാലിൻ്റെ എമ്പുരാൻ മറ്റെല്ലാ സിനിമകളെയും അടിച്ചു തൂക്കിയെടുത്ത് കളഞ്ഞിട്ട് 50 കോടി ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ സിനിമ. 15 കോടി കേരള കളക്ഷൻ, 5 കോടിക്ക് മുകളിൽ കർണാടക ആന്ധ്ര കളക്ഷൻ, 5 കോടിക്ക് മുകളിൽ തമിഴ്നാട് കളക്ഷൻ, 5 കോടി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ. ഇങ്ങനെ ഒരു വാർത്തയാണ് കേൾക്കാൻ പോകുന്നത്. ഏകദേശം 80 കോടിയോളം രൂപ ഓപ്പൺ ചെയ്യുന്ന നായകനായി മാറാൻ പോകുന്നു. നിശ്ചയമായും ശ്രദ്ധിച്ചു കൊള്ളുക. ഒരു വ്യക്തി, ഏത് നായകനാകട്ടെ, മമ്മൂട്ടി ആകട്ടെ, ജയറാം ആകട്ടെ, സുരേഷ് ഗോപി ആകട്ടെ, ദിലീപ് ആകട്ടെ, എന്തിനായിട്ട് പറയുന്നത്, സ്വന്തം മകൻ പ്രണവ് മോഹൻലാൽ ആകട്ടെ, അയാളുടെ സ്വന്തം മകൻ പ്രണവ് മോഹൻലാൽ, പിന്നെ എന്ത് പറയണം, മറ്റേത് നടനെടുത്താലും, കേരളത്തിലെ ഏത് നടനെടുത്താലും, ടോവിനോ, ഉണ്ണിമുകുന്ദൻ, ഏത് നടനെടുത്താലും പറ്റാത്ത ഒരു റെക്കോർഡ് മോഹൻലാൽ നാളെ വയ്ക്കാൻ പോകുന്നു. അതാണ് എന്ത് പറയണമെന്ന് വെച്ചാൽ, മോഹൻലാൽ റെക്കോർഡ് വയ്ക്കുന്നു. മോഹൻലാലിൻ്റെ റെക്കോർഡ് പൊട്ടിക്കാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല. മോഹൻലാൽ വരുന്നു, റെക്കോർഡ് വയ്ക്കുന്നു, പോകുന്നു. അടുത്ത റെക്കോർഡ് മോഹൻലാൽ തന്നെ വന്ന് പൊട്ടിക്കുന്നു. അടുത്ത റെക്കോർഡും മോഹൻലാൽ വരുന്നു, വയ്ക്കുന്നു, പോകുന്നു. അടുത്ത റെക്കോർഡ് വീണ്ടും വന്ന് പൊട്ടിക്കുന്നവരാണ് മോഹൻലാൽ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അല്ലാതെ മറ്റൊരു നടനും റെക്കോർഡ് ബ്രേക്കറില്ല. അതുകൊണ്ട് മോഹൻലാൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ടർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടർ അത് മോഹൻലാലാണ്. അപ്പോൾ ഞാൻ മറ്റു നടന്മാരൊന്നും അതുകൊണ്ട് കൊള്ളില്ല, മറ്റു നടന്മാർ അഭിനയിക്കാൻ അറിയില്ല, അങ്ങനെയല്ല. റെക്കോർഡ് വയ്ക്കുന്നത് മോഹൻലാലാണ്. 7 കോടി ഓപ്പണിങ് ചെയ്തു, അതിനെ പൊട്ടിക്കാൻ ആരെക്കൊണ്ടും സാധിച്ചില്ല. പക്ഷെ ലിയോ വന്ന് മൊത്തമായിട്ട് എടുത്തിട്ട് പോയി. അതിനുശേഷം ലിയോയുടെ റെക്കോർഡ് ഇന്ന് പൊട്ടാൻ പോകുന്നു. പുതിയ റെക്കോർഡ് വയ്ക്കുന്നു. ആര് വയ്ക്കുന്നു? മോഹൻലാൽ വയ്ക്കുന്നു. മറ്റ് സിനിമകളൊന്നും പൊട്ടിക്കില്ല എന്നല്ല, പക്ഷെ പൊട്ടിക്കാനുള്ള ഹൈപ്പും മറ്റ് സിനിമകൾക്ക് കിട്ടുന്നില്ലേ? എന്തു വന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, നാളെ ഉച്ചയാവുമ്പോൾ കേൾക്കാൻ പോകുന്നത് റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ന്യൂസ്. മോഹൻലാൽ created new record of first day 50 crore, first day 15 crore Kerala box office, first day 80 crore മൂവി, കേരളത്തിലെ ബിഗ് ബഡ്ജറ്റ് മൂവി. ഇതെല്ലാം നാളെ ഉച്ചയാകുമ്പോൾ നമ്മൾ കേൾക്കും എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ ഫാൻസ്, ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും കേൾക്കാൻ പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. വെയിറ്റ് സൂൺ. അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. കാരണം ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് അടിച്ചാൽ എനിക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ നിങ്ങൾ പ്രചോദനമാവുകയുള്ളൂ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.